ഹായ് മക്കളെ, ഈ വീഡിയോ ആർക്കുള്ളതാണെന്നോ? അതായത് മിക്കവാറും നിങ്ങളുടെ CBSE ക്ലാസ് 10 തുടങ്ങിയിട്ടുണ്ടാവും. കഴിഞ്ഞ ജനുവരിയിലായിരിക്കും, ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിലൊക്കെ തുടങ്ങിയ ആൾക്കാരുണ്ടാവും അല്ലേ? ചുരുക്കി പറഞ്ഞാൽ ഒരു 2-3 മാസം എന്തായാലും ക്ലാസ് 10 തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ആവേശത്തിലായിരിക്കും, ഭയങ്കര ഡിറ്റർമിനേഷനിലായിരിക്കും. ഇനി പണ്ടത്തെ പോലെ ഒന്നല്ല, എൻ്റെ ആദ്യത്തെ ബോർഡ് എക്സാമാണ്, ഞാൻ ഇത്തവണ തകർക്കും, നല്ല പെർസെൻറ്റേജ് 90-95% ഒക്കെ വാങ്ങും, അതിനുള്ള എല്ലാ സാധനം ഉണ്ടാവും. ചിലപ്പോൾ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ടാവും, ഈ സമയം മുതൽ ഈ സമയം പഠിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ ഒഴിവാക്കുമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. ആൻഡ് ചിലപ്പോൾ ആദ്യത്തെ 1-2 ആഴ്ച നല്ല രീതിയിൽ പോയിട്ടുണ്ടാവും. പിന്നെ മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ കഴിവിട്ട് പഴയ പോലെ തന്നെ ആയിട്ടുണ്ടാകുന്നു. മാത്രമല്ല, ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 5-6 പാഠങ്ങളൊക്കെ ചില സബ്ജക്റ്റിൽ കഴിഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ അതിലൊന്നുപോലും നമുക്ക് മര്യാദയ്ക്ക് അറിയുന്നുണ്ടാവില്ല. ആൻഡ് ഇതിനേക്കാൾ സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാരൻസ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ചോദിക്കുന്നുണ്ടാവും, മോളിപ്പോൾ 10ാം ക്ലാസ് അല്ലേ, നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങൂലടാ എന്നൊക്കെ ചോദിക്കും, നന്നായി പഠിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്നൊക്കെ തലയാട്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു നീറ്റലുണ്ടല്ലേ, ഒരു സങ്കടം ഉണ്ടല്ലേ, പടച്ചോനെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ, പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷനൊക്കെ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ, 90% ഒക്കെ എത്തുമോ എന്നൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ജൂലൈ മാസമായിട്ടേ ഉള്ളൂ, ഇനിയും ഏറ്റവും മിനിമം 6 മാസം കൂടെ നമ്മുടെ മുന്നിലുണ്ട്. ആൻഡ് അടുത്ത 10-15 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ മുഴുവൻ ബാക്ക്ലോഗുകളും തീർത്തിട്ട് വി ആർ ഗോയിങ് ടു ബൗൺസ് ബാക്ക്. അന്ന് നമ്മൾ 10th തുടങ്ങിയ സമയത്ത് നമ്മളെടുത്തൊരു തീരുമാനമില്ലേ, അതേ എനർജിയിൽ അതേ പൊസിഷനിലേക്ക് എത്തലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ദിസ് ഈസ് ദ കംപ്ലീറ്റ് ബാക്ക്ലോഗ്സ് കില്ലർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഏറ്റവും ആദ്യം മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദിസ് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ CBSE ക്ലാസ് 10 പഠിക്കുന്ന 95% കുട്ടികളുടെയും ഇതേ അവസ്ഥയാണ്. കാരണം എന്തൊക്കെ വിചാരിച്ചാലും ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും വാട്സപ്പ് മെസ്സേജും, എന്തിനേറെ കഴിഞ്ഞ വേൾഡ് കപ്പ് ഫുട്ബോൾ, നമ്മളൊരു ഫുട്ബോൾ ഫാൻ അല്ലെങ്കിൽ കൂടെ ഈ ക്രൗഡിൽ നിന്ന് പുറത്തായി പോകുന്നുള്ള ചിന്തയിൽ എത്ര ആൾക്കാർ ഉറക്കമൊഴിച്ച് ഫുട്ബോൾ കണ്ടിട്ടുണ്ട് മാത്സും സയൻസും പഠിക്കേണ്ട സമയത്ത്. അങ്ങനെ 95% കുട്ടികൾക്ക് ഇത് നോർമലായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ബാക്ക്ലോഗ് കില്ലറിലെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ബാക്ക്ലോഗ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാക്ക്ലോഗ് ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. മക്കളെ, ഏറ്റവും ഫസ്റ്റ് ഇത് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബാക്കി ഓരോരുത്തർക്കും ആശ്വാസമാവും. അങ്ങനെ തന്നെയല്ലേ, ഇപ്പം നിങ്ങൾക്ക് ആ കോമഡിയൊക്കെ കാര്യം, അതായത് നമ്മളെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്, പക്ഷെ അപ്പുറത്തെ വീട്ടിലും കൂടെ കറണ്ട് പോയിട്ടുണ്ടാവും സമാധാനം. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് മാത്രമല്ല ബാക്ക്ലോഗ്, അവർക്കും ഉണ്ട്, നിങ്ങൾക്കറിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടാൻ. ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ബാക്ക്ലോഗ് ഓഡിറ്റ് ഇപ്പം നിങ്ങൾ നടത്തിയിട്ട് എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ സാധനമാണ്. അതായത് നിങ്ങൾ ഓരോ സബ്ജക്ട്സ് കൊടുക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ഇപ്പോൾ മാത്സിൻ്റെ എല്ലാം എന്താണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്തെന്നുള്ളതാണ്. ടോട്ടൽ ചിലപ്പോൾ എന്തായിരിക്കും 6 ആയിരിക്കും. അതിൽ ചില ചാപ്റ്ററുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും, ഇതെനിക്കൊക്കെ അറിയാം, ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആ നോട്ട്സ് നോക്കുക, ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി എന്നുണ്ടാവും. മാത്സിലുണ്ടാവും, സയൻസിലുണ്ടാവും, സോഷ്യലിലൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും. ആ ചാപ്റ്റേഴ്സ് എത്ര ഉണ്ട് നോക്കാം, 2 ഓക്കെ. അങ്ങനെയാണ് നമ്മളെ ബാക്ക്ലോഗ് എത്രയാണ്, ബാക്ക്ലോഗ് ഈസ് ഈക്വൽ ടു എന്താ, ടോട്ടൽ മൈനസ് റിവൈസ് ചെയ്താൽ മാത്രമല്ല, അല്ലെ നമുക്കറിയാവുന്ന ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ 6 - 2 അഥവാ 4 ചാപ്റ്റേഴ്സാണ് ബാക്ക്ലോഗ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലാംഗ്വേജസ് അവിടെ മാറ്റി വെച്ചോ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സ്, സയൻസ്, സോഷ്യലിൽ എത്ര ചാപ്റ്റേഴ്സ് ബാക്ക്ലോഗ് ഉണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളൊന്ന് ഇതിൽ കമൻറ്റ് ചെയ്യേ. അത് നിങ്ങൾക്കും ആശ്വാസവും ബാക്കിയുള്ളവർക്കൊക്കെ ആശ്വാസം എന്ന് മാത്രമല്ല, നമുക്കൊരു ക്ലാരിറ്റി അതിൽ കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ തന്നെ ചെയ്യൂലടാ, വേഗം നോക്കിയാൽ മതി അല്ലേ, വേഗം എടുത്ത് നോക്കുക, ചെയ്യുക. ആൻഡ് ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതെങ്ങനെ ക്ലിയർ ചെയ്യുന്നതാണ്. അതായത് മക്കളെ, കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് ബാക്ക്ലോഗുകൾ ഇപ്പോൾ ക്ലിയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് 1 ഷോട്ട് വീഡിയോസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾ എജ്യൂപോർട്ടിൻ്റെ കാണണമെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല, പക്ഷേ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് മുതൽ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് ജൂലൈ 22-23 എങ്ങാനാണ്, അപ്പം 23 തോന്നുന്നത്. അപ്പം ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്തൊരാഴ്ചത്തേക്ക് മുഴുവൻ മാത്സ്, സയൻസ്, സോഷ്യൽ ഈ 3 സബ്ജക്റ്റിൻ്റെയും ഒരു ബാക്ക്ലോഗ് സീരീസ് എല്ലാ ദിവസവും രാത്രി 7:30 നമ്മൾ നടത്തുന്നുണ്ട്. 2-3 ചാപ്റ്റേഴ്സായിട്ട് നമ്മൾ ഓരോ ദിവസവും തീർത്ത് തരും. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ 3ാമത്തെ ദിവസമായിരിക്കും, ചിലപ്പോൾ നാളെ എന്തായിരിക്കും, കെമിസ്ട്രിയുടെ ബാക്ക്ലോഗ് ആയിരിക്കും, അത് കാണാം.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് എജ്യൂപോർട്ടൊന്നും ഇഷ്ടമില്ല, വേറെ ഏത് ചാനലാണെങ്കിലും നിങ്ങൾ കാണുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ എന്താ വെച്ചാൽ വൺ ഷോട്ടുകൾ ചെയ്യാം. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു ചാപ്റ്ററുള്ള രീതിയിലുള്ള വൺ ഷോട്ട് വീഡിയോസ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പെങ്കിൽ. തേർഡ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഫസ്റ്റ് 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളെ പഠിച്ച ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. എടാ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് ഇന്നിപ്പോൾ നിങ്ങൾ 6 ചാപ്റ്ററിൽ നിങ്ങൾക്ക് 2 ചാപ്റ്ററാണ് നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് ഈ 2 ചാപ്റ്റർ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ 3, 4, 5 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ജസ്റ്റ് ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ടുണ്ടാവും, ജസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതോടെ ഇപ്പോൾ ടോട്ടലി മറന്നിട്ടുണ്ടാവും ഏപ്രിലും മെയ്യിലൊക്കെ കണ്ടത്. അത് ആവർത്തിക്കാതിരിക്കാൻ, അതായത് ഇങ്ങനെ 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബാക്ക്ലോഗ് കില്ലർന്ന് പറഞ്ഞ് വീണ്ടും ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ 2 ചാപ്റ്ററിന് പകരം എനിക്ക് 5 ചാപ്റ്റർ ഇപ്പോൾ അറിയാമെന്ന് നിങ്ങൾ പറയണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആൻഡ് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും PYQ ഒക്കെ അത്യാവശ്യം ടഫാണ്, അപ്പോൾ എന്താ പരീക്ഷ കഴിഞ്ഞ ഒരു 5 വർഷത്തെ PYQ ഫുള്ള് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഈ ബാക്ക്ലോഗ് സീരീസ് 15 ദിവസത്തിനൊക്കെ പകരം ചിലപ്പോൾ എന്തായിരിക്കും 2-3 മാസം നീളും. അല്ലെങ്കിൽ എന്താണ് ഈ ബാക്ക്ലോഗ് ഒരു സൈഡിൽ നിന്ന് നമ്മൾ തീർക്കുമ്പോൾ സ്കൂളൊക്കെ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഫുള്ള് നമ്മളെടുത്തത് പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ കാണുക, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം മാത്സ് ആണെങ്കിൽ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ എന്താണ് അവിടെ നിങ്ങൾക്ക് ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യുക, ചാപ്റ്ററിൻ്റെ എൻഡിലുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സയൻസും സെയിം കേസാണ്. സോഷ്യലിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ എൻഡിൽ മാത്രമാണ് ചോദ്യങ്ങളുള്ളത്. ആ ചോദ്യങ്ങൾ മാത്രം നിങ്ങളിപ്പോൾ ചെയ്താൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് ജൂലൈ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് PYQയും CBQ ലെവലും ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ എന്തുണ്ട്, ഇനിയും സമയമുണ്ട്. ഇപ്പം നമുക്ക് വേണ്ട എന്താ, വി ഹാവ് ടു ബൗൺസ് ബാക്ക്, വി ഹാവ് ടു അറൈസ്. അതിലെന്താണ് ഭയങ്കര പ്രോ എന്നാ വേണ്ട, നമുക്ക് ചാരത്ത് ഉയർത്തെഴുന്നേക്കാൻ എന്ത് ചെയ്താൽ മതി, പാഠം പഠിക്കുക, പാഠത്തിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ആൻഡ് അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദ 3 സ്റ്റെപ്സ്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കണം അത് ചെയ്യേണ്ടത്? സാറേ ഇതൊക്കെ എനിക്ക് ആഗ്രഹമില്ലായിട്ടല്ല, പക്ഷേ എന്താണ് എനിക്ക് സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും പണിയാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദ ബെസ്റ്റ് മെത്തേഡ് നമ്മളെ ബാക്ക്ലോഗ് സീരീസ് കാണുമ്പം സ്കൂൾസിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ എടുക്കുന്നത് 4th ഉം 5th ഉം ചാപ്റ്റേഴ്സ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്ത് തരും. 2 ചാപ്റ്റർ ഒരു ദിവസം, നാളെ രാവിലെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ ഒരു പരിധിവരെ നിങ്ങൾക്ക് തീർത്തെടുക്കാൻ പറ്റും 2 ചാപ്റ്റർ. അങ്ങനെയാണ് ചിലത് സ്കൂൾ സ്കിപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ലൈവ് ഒന്നും കാണാതെ വേറെ ഏതെങ്കിലും 6ാമത്തെ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടെ ലൈവ് ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റഡി ടൈം നിങ്ങളിപ്പോൾ ഒരു ദിവസം എന്താണ് 1 മണിക്കൂറൊക്കെയാണ് ഇതൊന്നും നടക്കില്ല, നിങ്ങൾ നിർത്തിപ്പോയിക്കോ. പക്ഷേ നിങ്ങളൊരു 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒരു 60:40 എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുക. ഒരു 2 മണിക്കൂർ 60:40 എന്ന് 180 മിനിറ്റ്സ്. നിങ്ങൾ നോക്കിയിട്ട് എത്രയെന്ന് വെച്ചാൽ പറയാട്ടോ. അതായത് ഒരു 120 അല്ലെങ്കിൽ 110 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 hours എന്ത് ചെയ്യുക, നിങ്ങൾ സ്കൂൾസിന് വേണ്ടി സ്പെൻഡ് ചെയ്തോ. ദ റെസ്റ്റ് 1 hour ബാക്ക്ലോഗിന് വെക്കാം. ഓക്കെ, 40% അല്ലെ 50-50 ആക്കിയാലും കുഴപ്പമില്ല. 50 പകുതി എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ഇപ്പം 3 മണിക്കൂർ അപ്പോൾ 110-12 മിനിറ്റ് എന്നൊക്കെയുള്ള പ്രശ്നമൊക്കെ എന്ത് ചെയ്യുക, 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സ്കൂളിന് വേണ്ടി പഠിക്കുക, 1.5 മണിക്കൂർ ബാക്ക്ലോഗ് ചെയ്യുക. അപ്പോൾ 1.5 മണിക്കൂർ ബാക്ക്ലോഗിൽ എന്തായിരിക്കും, ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാത്രം കാണുമായിരിക്കും. നാളത്തെ 1.5 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യും, ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻ ചെയ്യും. അതേപോലെ തന്നെ എന്താണ് അടുത്ത ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് വീഡിയോ കാണും. അങ്ങനെ ഒരു 15 ദിവസം നിങ്ങളൊന്ന് ചെയ്തോക്കെ, നിങ്ങൾ പോലും വിശ്വസിക്കാത്ത മാറ്റം വരും. മക്കളെ ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ കഴിഞ്ഞ 2-3 മാസം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഓരോ ദിവസവും രാവിലെ വലിയ പ്രതീക്ഷയോടെ എഴുന്നേക്കും, പക്ഷെ ഫുള്ള് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫുള്ള് ഫോൺ കളിച്ചിട്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് അടിച്ചിട്ടില്ലേടാ? അതായത് കട്ടിലിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പടച്ചോനെ ഇന്നും ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക, ഫുള്ള് കൈവിട്ട് പോകണമെന്നൊക്കെ റിഗ്രറ്റ് അടിച്ചിട്ട് അന്നേരം നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല നാളെ ഇങ്ങനെ ആവില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഓരോ നാളെ നീളയായിട്ട് എന്താണ് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എപ്പോൾ ക്ലാസ് ജനുവരി തുടങ്ങിയ ആൾക്കാർക്ക് 7 മാസം 50% ഓഫ് ദ ടൈം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് രാത്രി, മക്കളെ ഞാൻ പറയട്ടെ, ഈ എല്ലാ നിങ്ങളിപ്പോയതും അല്ലാത്തതുമായിട്ട് എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോയ ഒരാളെന്ന നിലയിൽ ഞാൻ പറയാണ്, ലൈഫിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ദിവസം എപ്പോഴാണെന്നോ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഇന്നെൻ്റെ ദിവസം അടിപൊളിയായിരുന്നു, വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല, അത് വീട്ടിൽ ഗസ്റ്റ് വന്നുകൊണ്ട് ബാക്കി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ദിവസം പ്രൊഡക്റ്റീവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഓരോ രാത്രി നിങ്ങൾ സ്പെൻഡ് ചെയ്തൊക്കെ അതിനേക്കാൾ കിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു സോഷ്യൽ മീഡിയയും ഒരു ഇൻസ്റ്റാഗ്രാം ഫീഡും ഒരു ഗെയിമും ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളും ഒരു ഔട്ടിങ്ങും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യുക,
നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് അങ്ങനത്തെ ദിവസങ്ങളാവട്ടെ ഇന്ന് മുതലുള്ള അടുത്ത 15 ദിവസങ്ങൾ. ആൻഡ് ആ 15 ദിവസങ്ങളിലെ കിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തല്ലേ, പിന്നെ ഒരിക്കലും നിങ്ങൾ പഴയ പോലെ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾ മാറില്ല. ഓരോ ദിവസം എന്ത് ചെയ്യണം, ദാറ്റ് ഷുഡ് ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. നിങ്ങളുടെ ഓരോ ദിവസം എന്തായിരിക്കും തൊട്ട് മുന്നത്തെ ദിവസത്തിനേക്കാൾ ബെറ്റർ ആക്കിക്കൊണ്ട് നിങ്ങളൊന്ന് ജീവിച്ചു നോക്ക്. നിങ്ങൾ ലൈഫിൻ്റെ തുടക്കത്തിലാണ്, യു ആർ ജസ്റ്റ് ഇൻ ടീനേജേഴ്സ്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ യൂത്തിലേക്ക് എത്താൻ പോവാണ്. യുവർ ലൈഫ് യുവർ റൂൾ എന്നുള്ള സമയത്ത് വളരെ പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ജീവിക്കണം. ഇപ്പം മുതൽ ശീലിക്കുക. സോ തുടങ്ങുക, ഫസ്റ്റ് ബാക്ക്ലോഗ് ഓഡിറ്റ് എടുക്കുക, പിന്നെ 1 ഷോട്ട് വീഡിയോ കാണുക, ആൻഡ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ ചെയ്യുക. ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫെബ്രുവരി 15 മുതലായിരിക്കും മിക്കവാറും നിങ്ങൾ എക്സാം. ആ എക്സാം അടിപൊളിയായിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം, അല്ല ഈ ചാനലിൽ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റണം, സാറേ ദിസ് വാസ് മൈ ബൗൺസ് ബാക്ക് പോയിൻറ്റ്, എൻ്റെ തിരിച്ചുവരവിൻ്റെ, എൻ്റെ അറൈസിൻ്റെ പോയിൻ്റ് ഇതായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം.